ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെഥിയാസ്മാജിക്. എല്ലാവർക്കും നെഥിയാസ്മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ബിരിയാണി തയ്യാറാക്കാൻ വെറും 20 മിനിറ്റ് മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അത് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിപ്പോൾ ഇവിടെ 2 സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അധികം നേരമൊന്നും വെച്ചിരിക്കേണ്ട. നമ്മൾ എന്താ പറയുക, ബിരിയാണിക്ക് വേണ്ടുന്ന മസാലയൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തെ ആ ഒരു ടൈം ഉണ്ടല്ലോ, അത്രയും നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അയ്യോ, ഞാൻ മറന്നുപോയി. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഈ ബിരിയാണിക്ക് വേണ്ടുന്ന മസാലയൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഈ ബിരിയാണി കുക്കറിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് 20 മിനിറ്റ് കൊണ്ട് റെഡിയാകുമെന്ന് പറഞ്ഞത്. അപ്പോൾ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 സ്പൂൺ നെയ്യും 1.5 സ്പൂൺ എണ്ണയുമാണ് ചേർക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്കിതിൽ നെയ്യ് മാത്രമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എണ്ണ മാത്രമായിട്ടും യൂസ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1.5 സ്പൂൺ നെയ്യും 1.5 സ്പൂൺ എണ്ണയുമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എഗ് ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കയറി കാണുക. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയാണൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു സവാള കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് വഴറ്റിയല്ല നമുക്ക് എടുക്കേണ്ടത്, നന്നായിട്ട് ഫ്രൈ ചെയ്തൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അത് എന്താ പറയുക, ഒരുമാതിരി വഴറ്റിയെടുക്കുന്ന ഒരു പരുവത്തിലായിരിക്കും കിട്ടുക. ഇത് കണ്ടോ, ഇപ്പോൾ ഒരു നിറമൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ചില പീസൊക്കെ ഇച്ചിരി വലുതായി പോയതുകൊണ്ടാണ് കേട്ടോ 2 നിറമായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവം മതി. ഇനി ഇട്ടത് ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും കാഷ്നട്ടൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കറുവാപ്പട്ട, 2-3 ഏലക്കായ, പിന്നെ ഒരു തക്കോലം, പിന്നെ നമ്മൾ ഗ്രാമ്പൂ ഉണ്ടല്ലോ, 2-3 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്. ഞാനിപ്പോൾ ഒരു 8-10 കുരുമുളക് എടുത്തിട്ടുണ്ട്. മുഴുവനെയുള്ള കുരുമുളക്, ചതച്ചതല്ല, മുഴുവനെയുള്ള കുരുമുളക്. പിന്നെ പെരിഞ്ജീരകം, ഒരു സ്പൂണോളം പെരിഞ്ജീരകം. ഇത്ര ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മളുടെ ആ മസാലയുടെയൊക്കെ മണം നന്നായിട്ട് വരും ഈ ഒരു ടൈമിൽ. അത് വരെ ഒരു 1-1.5 മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊക്കെ മൂപ്പിക്കാൻ. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ സവാളയായിരുന്നു കേട്ടോ, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ 3 സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാം. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് വരും. നമുക്കിത് ഒരുപാട് നേരം ഒന്നും മാറണ്ട, ഒന്ന് സോഫ്റ്റായിട്ട് വരിക. ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു പരുവം നമ്മളുടെ സവാള ഒന്ന് സോഫ്റ്റായി വരുന്ന ആ ഒരു ടൈം അത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 കൂടി ചതച്ചതാണ്, ഒരു 5-6 അല്ലി
വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് വേണ്ട എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട. അപ്പോൾ അത് പെട്ടെന്ന് കുക്കാവാനായിട്ട് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് വിസിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. തക്കാളി കുക്കാവാനായിട്ടൊരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ വിസിലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ സ്പൂൺ കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ടിട്ട് ഉടച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോ പൊടികൾ ചേർത്തിട്ടും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഒരുപാടാകണ്ട. സാധാരണ ചില ബിരിയാണിയിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഒരുപാടാവരുത്, 1 സ്പൂൺ അത്രയും മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നമുക്ക് വേണ്ടുന്ന എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 സ്പൂണേ ചേർത്തുള്ളൂ, കാരണം നല്ല എരിവുള്ള മുളകായിരുന്നു. കാശ്മീരി ചില്ലി ആണെങ്കിൽ 1.5 സ്പൂണോളമൊക്കെ ചേർക്കാം. പിന്നെ 1/2 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മളിതിൽ ചിക്കനും റൈസും ഒക്കെ ഒരുമിച്ചിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഇപ്പോൾ 1 സ്പൂൺ നാരങ്ങാനീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാകുമ്പം ചിക്കൻ നല്ല സോഫ്റ്റായിട്ടും വരും, അതുപോലെ തന്നെ പെട്ടെന്ന് കുക്കായും കിട്ടും. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട, ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കുക. ചിക്കനിലേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഒരു 5 മിനിറ്റ് വിസിലൊന്നും ഇടാതെ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ചിക്കനിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് തന്നെ കാണാം, നമ്മളിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ബിരിയാണി അരി നേരത്തെ തന്നെ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ ഒരു 20 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്കപ്പോൾ ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിനാണ് ഞാനിപ്പോൾ ഇവിടെ ബിരിയാണി അരി അളന്നിരിക്കുന്നത്. ഇതിന് 2.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് ബിരിയാണി അരിക്ക് ഞാനിവിടെ 3.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി അളക്കുന്നത് അതിൽ തന്നെ വെള്ളവും അളന്നെടുക്കണം. അപ്പോൾ 2.5 കപ്പിന് ഞാനിപ്പോൾ ഇവിടെ 3.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ബിരിയാണിയാണ്. സാധാരണ നമ്മൾ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്ക് ചിക്കൻ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ മിക്സ് ചെയ്തെടുക്കുകയല്ലേ. ഇതിപ്പോൾ ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് അത്രയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് ആ ഒരു സ്വാദ് കിട്ടുന്നത്. ബിരിയാണിക്ക് ആ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ നെയ്യ് ചേർത്താലേ അത് കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി പറയാണ്, 2.5 കപ്പ് അരിക്ക് 3.5 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 1/2 സ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈമിൽ വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ റൈസിനും അതുപോലെ തന്നെ ചിക്കനും ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യണം. അപ്പോൾ 2 വിസിൽ വന്ന് ഫുൾ പ്രഷർ പോയതിന് ശേഷമേ നമ്മളിത് ഓപ്പൺ ചെയ്യാമുള്ളൂ. അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണി റെഡി ആയിരിക്കും. അപ്പോൾ ഇത് 2 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ 2 വിസിലൊക്കെ വന്നിട്ട് നമ്മളുടെ കുക്കറിൽ നിന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. റൈസൊക്കെ വെന്ത് വന്നോന്ന് കണ്ടോ. ഇപ്പോൾ വെള്ളമൊന്നും ഒട്ടും ഇല്ല, കറക്റ്റായിരുന്നു നമ്മൾ വെച്ചത്. 2.5 കപ്പ് റൈസിന് 3.5 കപ്പ് വെള്ളം. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇൻ കേസ് നമ്മളുടെ റൈസ് 2 വിസിലിന് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ, കാരണം അരിക്കനുസരിച്ചിട്ട് വേവിന് ഡിഫറൻസ് വരാമല്ലോ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റോളം ആ വേവിനനുസരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. വിസിലിടാതെ അടച്ചു വെച്ചൊരു 5-10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതല്ല വെള്ളം കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സെയിം തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി വെച്ചിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും നട്ട്സും ഒക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല കിട്ടിലൻ ചിക്കൻ ബിരിയാണിയാണ്. ബിഗിനേഴ്സിന് കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു. ബൈ.